ഡേയ് നീ എല്ലാ സൈറ്റിലും കാണിക്കും പോലെ കണാമണാന്നോടൊന്നും കാണിക്കരുത്. നിനക്ക് എവിടെ പണിക്ക് വയ്യാലും അവിടെ കിടപ്പ് ഇവിടെ കിടപ്പ് നടുവേദന കോപ്പ് വേദന ഇതൊക്കെയാണ് നിന്റെ പറച്ചില്ല. മനസ്സിലായ? നീ ഒരു കാര്യം ചെയ്യണം, ഇന്നത്തെ ദിവസം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണം. നാളെ തൊട്ട് നമുക്ക് സ്ഥിരം പരിപാടി ഉണ്ടല്ലോ നിന്റെ, അത് മനസ്സിലായ? അത് വേറൊരു കാര്യം നീ ഈ സൈറ്റിൽ വരുമ്പോ നിക്കറിട്ടുണ്ടോ കേട്ടോ? എന്തിനാ കുഴപ്പം? ഇന്നാളെ രമണി ചേച്ചി പറയുന്നത് നീ മടിയിൽ കാച്ചിൽ പോയി വെച്ചോണ്ടാണോ നിൽക്കുന്നത്. ഞാൻ എന്തിനാ ഇടക്ക് ദൈവം തരണല്ലേ? ദൈവം തന്നെന്ന് പറഞ്ഞോണ്ട് ഒരു മര്യാദ ഇല്ലേ നാട്ടുകാരുടെ വന്ന് നിൽക്കുന്നത്? നീ അത് പോയിട്ട് നീ വേറെ ഒരു കാര്യം. വെള്ളം കോരാൻ അവിടെ പോകില്ല. അവള് പറഞ്ഞു വെള്ളം കോരുമ്പോ ഇടിച്ചിടിച്ച് കോരണം. എടാ നീ പറയാത്ത എന്ത് ഇടിച്ചാലേ വെള്ളം തെളിഞ്ഞ് വരുവുള്ള കാര്യം പറയാത്ത? നിങ്ങൾ അവിടെ എന്നെ കാത്തിരിക്കാൻ പറഞ്ഞു. നിനക്ക് നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞു ഈ വീഡിയോ പഠിക്കുന്നത് ശ്വാസകോശം പോഞ്ച് പോഞ്ച് പോലെയാണ് കേട്ടേ. പോട്ടല്ലേ പതിയല്ല എന്തിനു പറഞ്ഞോണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ? യവന് ഞാൻ നിക്കറണം പോലും. എന്ത് അതിന്റെ സുഖം സ്വസ്ഥത യവൻ അറിയാടാ. നീയല്ലേ ഈ സൈറ്റ് പണി പിടിച്ചേ? അവിടെ ഉള്ള ആൾ എങ്ങനെയുണ്ട്? സൂപ്പർ. പിന്നെ പണിക്കാരന്മാർ ഇനി കൂടുതൽ വേണോ അതോ നമ്മൾ 3 പേര് മതിയോ? നമ്മൾ 3 പേരാകുമ്പം ഒരു 2-3 ആഴ്ചയോടെ പണിയാണ്. വേണമെങ്കിൽ പിന്നെ വിളിക്കാം. അത് പറഞ്ഞപ്പോണ് രണ്ടുപേര് മതി എന്ന് പറഞ്ഞു. ഞാൻ പണിക്ക് പോയി. കുറെ കഴിഞ്ഞപ്പോ നമ്മ ഭയങ്കര വെട്ടെന്ന് പറഞ്ഞ വെട്ട് ഉടമസ്ഥനെ കണ്ടപ്പോ അവന് കുറെ ശുഷ്കാന്തി അങ്ങ് കൂടി അങ്ങ് കുഞ്ഞങ്ങ് വെട്ട് തന്നെ. അങ്ങേര് വന്ന് കേൾക്കണ്, നിങ്ങൾ എത്ര പേരുണ്ട് പണിക്ക്? ഞാൻ പറഞ്ഞ നമ്മളാണ് നോക്കിയത്, നമ്മൾ 2 പേരുള്ളത്. അങ്ങനെ പറഞ്ഞു, ഇല്ലടാ നിങ്ങൾ 3 പേരില്ലേ വന്നിട്ട്? ഞാൻ അന്തരാണ് ഒരു മാതിരി നമ്മൾ 2 പേരില്ലേ നിക്കുന്നത്. അങ്ങേര് വീണ്ടും പറയണ, ഇല്ലടാ നിങ്ങൾ അതിൽ നമ്മൾ നമുക്ക് വല്ലതും പിടി കിട്ടുന്ന അങ്ങനെ നോക്കിയപ്പോ നീ പാലപ്പോ യോവ അങ്ങ് പൊട്ട് ആശ ഇങ്ങനെ പൊട്ട് ഇങ്ങനെ ഉടമസ്ഥ നിക്കുന്ന ബാക്കിൽ സംഗതി എന്താ? ഇവിടെ യവന്മാർ 2 പേര് പണിയായിരുന്നു, ഞാൻ ഒരുത്തമാരി ഇന്ന് പണി. അല്ല ഇന്ന് എന്തൊരു പരിപാടി അവിടെ ചെല്ലണം. അവിടെ മൊത്തം പറച്ച് ഇടണം. പിന്നെ വെട്ടാൻ മഴ ആയതുകൊണ്ട് പ്രശ്നമാവും. അയാൾ എന്ത് പറഞ്ഞാൽ അതുപോലെ ചെയ്യണം. പിന്നെ ജാസി വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ നമ്മൾ സമ്മതിച്ചാ നമ്മളെ പണി മൊത്തം പോകും. ഞാൻ ഏറ്റ് അങ്ങനെ പറഞ്ഞ് ചട്ടിയിലാക്കുന്ന ഞാൻ ഏറ്റ്. അല്ലെങ്കിൽ നിന്നെ പോയിട്ടുള്ള ആൾക്കാരെ പറഞ്ഞു ഇവിടെ എടാ നീ അതൊക്കെ നീ 5 ദിവസം വെള്ളം കുടിക്കും അത്രേ ഉള്ളൂ. ഇതാണ് നമ്മളെ സൈറ്റ് കേട്ടാ. ഇവിടെ എത്ര കൂട്ടിയിട്ടും കാട്ടങ്ങ് ശരിയാവില്ല. അമ്മാര് 3 പേര് വരും. 1200 ശമ്പളം. 300 വെച്ച് വെട്ടാം. 300 വെച്ച് വെട്ടുമ്പോൾ 300 900 തന്നെ 900. എൻ്റെ 1200 കൊടുക്കുമ്പോൾ നമ്മൾ സന്തോഷപ്പെടും. ഇപ്പോഴാണ് നിങ്ങൾ പറഞ്ഞത് 6 മണിക്ക് പണിക്കാറുള്ള നീക്ക ഇപ്പൊ 7 മണിയായി. ഇപ്പൊ എങ്ങോട്ട് പറഞ്ഞു? മുതലാളി വന്നു, പോയി പണി കൊടുക്കും. ചെയ്യാം മുതലാളിയോ? ഇനി അത് മുതലാളി പൊന്നാളി ആ പൈസ തരണം. നമുക്ക് മുതലാളി പണിയുടെ ഞാൻ അല്ലേ നിങ്ങളെ വിളിച്ചോണ്ട് വന്നത്. നല്ലതാ മുതലാളി പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ടാവും മുണ്ട് വെച്ച് ഊരിയിട്ട് പോണം. ഒന്ന് ചെയ്യടേ മുതലാളി. गुड मॉर्निंग. इतना तामस भैया हमारे. अरे राजू, हम तुम्हारे साथ हम बोला था ना ये केरल वालों को हमारे खेत में लाने का नहीं, फिर क्यों लाया तुम? മലയാളി ഇങ്ങനെ പറഞ്ഞ് എനിക്ക് അങ്ങനെ മനസ്സിലായില്ലേ. ഒന്ന് നേരെ ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരും. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ മലയാളികളെന്നും എൻ്റെ പറമ്പിൽ കൊണ്ടുവരല്ല. പിന്നെ നീ എന്തിനാണ് അവർ കൊണ്ടുവന്നത്? മലയാളി ഇപ്പം ഹിന്ദിക്കാരന്മാരെക്കാളും ഇപ്പം നല്ല പണിക്കാരന്മാരാണ് നമ്മളെ മലയാളികൾ. അത് മുതലാളിക്ക് പറഞ്ഞാൽ മനസ്സിലാകൂല. യവന്മാർ കുറച്ച് പണിയെടുക്കും, അപ്പോഴെപ്പോഴും റെസ്റ്റ് എടുക്കും. ചുമ്മാ പച്ചക്കള്ള നല്ല പണിക്കാരന്മാര്. ഭയങ്കര തരിപ്പടേ. കാന്താരി മുളകടാ. കാന്താരി മുളവാ തരിപ്പിനാ? ഇല്ലടാ നമുക്ക് പഴിഞ്ഞിട്ട് സൂപ്പറായി. അയ്യോ കാന്താരി മുളക് എല്ലാം ആ ചെറുക്കൻ അയാൾ എടുത്തിട്ട് മെഴുകും തോന്നും. നീ അങ്ങോട്ട് പോയച്ചു നിന്റെ തടി എങ്ങനെ കണ്ടോ വയ്യളിയാ ചേച്ചി പോടാ തടിയാ. അയ്യോ പണിക്കും വിളിച്ചോണ്ട് കാര്യം പോ. ദാഹിച്ചില്ലെങ്കിലും അവന്മാർ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും. നമ്മളെ ഒട്ടന്മാരല്ല, മനസ്സിലായ? हम तुमसे बात नहीं किया, हमारा काम वाले से बात किया. പൊന്നടാ ഞാൻ അങ്ങ് വന്നിട്ട് ഞാൻ പറഞ്ഞു വല്ലതും പറയാനുണ്ടെങ്കിലേ മുഖത്ത് നോക്കി പറയണം. വല്ല തേങ്ങ പറയണമെങ്കിൽ, അല്ലാതെ ഹിന്ദിയിൽ പോയിട്ട് നമ്മളെ വരട്ടാൻ നോക്കണ്ട. മനസ്സിലായ? കാങ്കിയ പോലും കാങ്കിയ മേനാൻ പോലത്തും ഹിന്ദു എനിക്കും പോലത്തും കേട്ടോ. നിങ്ങൾക്ക് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ കളഞ്ഞിട്ട് പോവുക. അങ്ങനെ പറയുമ്പോ തള്ളിട്ട് പോവാനേ നമ്മൾ കാണാൻ വന്നതല്ല. നമ്മളെ ഈ നമ്മാട്ടി ഈ തൊട്ടിട്ടുണ്ടെങ്കിൽ പൈസ വാങ്ങിച്ചോണ്ടേ പോകും. അരെ രാജു, ഞാൻ പറഞ്ഞില്ലായിരുന്നു അവന്മാർ നമ്മാട്ടി തൊട്ടാ പൈസ വാങ്ങിച്ചോണ്ടേ പോവുള്ളൂ. പറഞ്ഞാൽ മനസ്സിലാവാത്ത മലയാളി കഴുതകൾ. മുതലാളി നമ്മാട്ടിയാണ് അവരെ എടുത്ത് അടിച്ച് കേട്ട് തരും.
हमारा बदन में हाथ लगाएगा तो हम दिखाएंगे तुमको। ആഹാ അരെ വാ 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 ഇനി നീ വാ വാ मालूम नहीं पड़ा तो फोन फोन करके बाद में बात करेंगे उससे। अच्छा अच्छा ओ जी हाँ जाओ जाओ നിങ്ങളാരും പണിക്ക് വരലടാ എന്താടാ പ്രശ്നം എന്താടാ കുറെ നേരം ഒരു അനക്കമില്ല എന്താടാ നീയൊക്കെ കാണിക്കുക അളിയാ ഇവിടെ മൊത്തം ഹിന്ദിയുടെ നീ വരാത്ത തന്നെ നല്ലത് ഞാനാണെങ്കിൽ മൊത്തം മറ്റത് കണ്ടവല്ലായിരുന്നു നിന്നത് ഇവിടെ ഡേയ് നിനക്ക് അവൻ പറഞ്ഞൊന്നും മനസ്സിലായില്ലേ ഇല്ല നിനക്ക് മനസ്സിലായ എനിക്കാ എടാ തുച്ചേ ദേഖാ തോയേ ജാനാസനം അല്ല പൊട്ട എന്തിനാണ് കണ്ടത് ഡേയ് മനസ്സിലായില്ലേ വേ പോണ് കണ്ടില്ല പൊത്തി പിടിച്ച് വായിലിട്ടോ ആ പൊട്ടൻ പലതും കാണും പൈസ ഇനി മേലാൽ ഈ കണ്ട വായിന്റെ പണിക്ക് എന്നെ വിളിച്ചോണ്ട് വരരുത് മനസ്സിലായടാ നമ്മാട്ടി സാമാനം അവന്റെ വായി നോക്കിക്കൊണ്ടിരിക്കാതെ അവ എന്തിനോ പരമ്പി പോകും അമ്മാട്ടി എടുത്തിട്ട് അവൻ തള്ളക്കിടിക്കും ആ പെട്ടെന്ന് വേടാ അങ്ങോട്ട് അവള് കുടുപ്പിന് കുത്തി പിടിക്കും ലോണിന് പൈസ കൊടുക്കണ്ട ഈ സാബ് അവനൊക്കെ ഞാൻ വെട്ടു അവനെ